ജെയ്മി ബ്രദർ ഞങ്ങളുടെ ഈ ധ്യാന മന്ദിരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട ഒരു അമൂല്യ നിധിയാണ്. കാരണം ഈ ധ്യാന കേന്ദ്രം ആരംഭിച്ച നാൾ മുതൽ ഈ ധ്യാന മന്ദിരത്തിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് ഒരു ദിവസം പോലും മാറി നിൽക്കാത്ത ഒരു വ്യക്തിയാണ്. ഓരോ ആഴ്ചയിലും രാവിലെ ധ്യാനം തുടങ്ങുമ്പോൾ ആ ശുശ്രൂഷ നയിക്കുന്നത് ജെയ്മി ബ്രദറായിരുന്നു. അങ്ങനെ ഈ ധ്യാന മന്ദിരത്തിൻ്റെ ആരംഭം മുതൽ നാളിന്ന് വരെ ഈ ആഴ്ചയിൽ ധ്യാനം ആരംഭിച്ച ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലത്തെ പ്രഭാത ശുശ്രൂഷയ്ക്ക് ശേഷമാണ് അദ്ദേഹം വൈകുന്നേരം വീട്ടിൽ മകളെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് നേരത്തെ പോയത്. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നെഞ്ചുവേദന വർദ്ധിക്കുകയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഏതാണ്ട് രാത്രി ഒരു 12:15 കൂടി ജെയ്മി ബ്രദറിൻ്റെ ഭാര്യ റാണി വിളിച്ചു. ഉടനെ തന്നെ വെന്റിലേറ്റർ കയറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ വെന്റിലേറ്റർ കയറ്റി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മരണവാർത്തയാണ് കേൾക്കുന്നത്. ഞങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കുന്നത്, ജെയ്മി ബ്രദർ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ഒരു വലിയ നഷ്ടവും അതുമൂലം വലിയൊരു വേദനയും വരുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം നേരത്തെ തന്നെ ഈ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന അദ്ദേഹം ഡയാലിസിൻ്റെതായ യാതൊരു ബുദ്ധിമുട്ടിനെയും കാണിക്കാതെ അതിനെല്ലാം അതിജീവിച്ച് ഈശോയോടുള്ള വലിയൊരു സ്നേഹവും ബന്ധവും അദ്ദേഹത്തെ ഏത് സഹനത്തെയും ബുദ്ധിമുട്ടിനെയും അതിജീവിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു കരുത്തും ശക്തിയും ഈശോ കൊടുത്തിരുന്നു. അത് പ്രത്യേകമായിട്ടും ഓരോ ദിവസവും അദ്ദേഹം രാവിലെ 5:30 ഇവിടെ ആദ്യത്തെ വിശുദ്ധ കുർബാന സംബന്ധിക്കും. അതിനുശേഷമാണ് അദ്ദേഹം സ്റ്റേജിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുക. സ്റ്റേജിലെ ശുശ്രൂഷ കഴിഞ്ഞ ശേഷം ഇടവക ദേവാലയത്തിൽ പോയി ആ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും. അതിനുശേഷം സ്റ്റേജിൽ ധ്യാനക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുർബാനയിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ശുശ്രൂഷയായിരിക്കും. അങ്ങനെ ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ 3 പ്രാവശ്യമെങ്കിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു. അതിനുശേഷം സ്റ്റേജ് ശുശ്രൂഷ നടക്കുമ്പോൾ സ്റ്റേജിൻ്റെ പുറകിൽ ഈശോയുടെ മുമ്പിലിരുന്ന് ഈശോയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്ന ഏറ്റവും അനുഗ്രഹീതനായ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശുശ്രൂഷകനാണ്. അതിനാൽ തന്നെ ദൈവം അദ്ദേഹത്തിന് സ്വർഗ സൗഭാഗ്യം 100% ഉറപ്പ് നൽകും എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അദ്ദേഹം മറ്റെല്ലാ ശുശ്രൂഷകർക്കും ഏറ്റവും നല്ല മാതൃകയാണ്. വളരെ ശാന്തതയോടുകൂടി ഈ കാര്യങ്ങൾ കാണുവാനും എല്ലാം ഒരേ രീതിയിൽ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു പാഠവും നമുക്ക് പ്രശംസനീയമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകരെയും ചേർത്ത് പിടിച്ച് അതിൻ്റെ എല്ലാം ഒരു ലീഡർ എന്നുള്ള രീതിയിൽ അദ്ദേഹം കഴിഞ്ഞ നാളുകൾ ചെയ്തുകൊണ്ടിരുന്നതായ ശുശ്രൂഷ ഏറ്റവും പ്രശംസനീയവും മഹനീയവും ശ്രേഷ്ഠകരവുമാണ്. ശുശ്രൂഷകരുടെ ഇടയിൽ വളരെ വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ് അദ്ദേഹം. നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജെയ്മി ബ്രദർ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു നല്ല ശുശ്രൂഷകൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞ ഒരു വ്യക്തി. ആ വ്യക്തി കർത്താവ് തരാൻ പോകുന്ന സ്വർഗ സൗഭാഗ്യത്തിന് വേണ്ടി മുൻകൂട്ടി ഒരുങ്ങി അങ്ങനെ പ്രാർത്ഥനാപൂർവമാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന ഭാര്യയും മക്കളുണ്ട്. നമ്മൾ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷെക്കീന ടെലിവിഷന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് സന്ദേശം അറിയിക്കുവാനായിട്ട് വളരെ താല്പര്യം കാണിച്ചു. അതിനും പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും സ്നേഹവും ജെയ്മി ബ്രദറിനും കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ. ജെയ്മി ബ്രദറിന് കർത്താവ് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ.